ഓപ്പൺ ലൈബ്രറി 24 മണിക്കൂറും പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതികരിക്കാതെ അധികാരികൾ. മെഡിക്കൽ കോളേജിലെ 50ഓളം വിദ്യാർത്ഥികൾ രാത്രിയിലാണ് സമരം തുടരുന്നത്. ഓപ്പൺ ലൈബ്രറി 24 മണിക്കൂറും തുറക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സമരം തുടങ്ങിയിട്ട് ഇന്നേക്ക് 8 ദിവസം. മെഡിക്കൽ കോളേജ് ഇൻഡിപെൻഡന്റ് യൂണിയന്റെ പ്രതിഷേധ സമരം പ്രിൻസിപ്പലിന്റെ ക്യാബിന് മുന്നിലാണ്. പകലും രാത്രിയും ഒരുപോലെ ലൈബ്രറിയിൽ ഇരിക്കാൻ അനുമതി വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഈ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നാണ് അധികൃതരുടെ നിലപാട്. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥികൾ. പഠിപ്പ് മുടക്കിയിട്ടുള്ള സമരമല്ല, പഠിച്ചുകൊണ്ടുള്ള സമരം തന്നെയാണ്. പ്രിൻസിപ്പൽ ഓഫീസിന്റെ ഫ്രണ്ടിലിരുത്താണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ 7ാമത്തെ ദിവസത്താണ് സമരം നടക്കുന്നത്. പക്ഷേ ഇന്നേ വരെയായിട്ടും ഒരു പ്രതികരണവും കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നോ പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ നിരാശയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു മാർഗം വരുന്നവരെ ഒരു മറുപടി വരുന്നവരെ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും. ഏകദേശം ഇപ്പോൾ 4 ബാച്ച് സ്റ്റുഡൻസിന് എക്സാമാണ്, PGസിന് എക്സാമാണ്. നമ്മുടെ ഇപ്പോൾ ഹോസ്റ്റലിന്റെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ ഒരു ഹോസ്റ്റൽ റൂമിൽ ഏകദേശം 6 പെൺകുട്ടികളാണ് നിൽക്കുന്നത്. ഉള്ള സ്റ്റഡി ഹാൾ കൂടി ഹോസ്റ്റൽ റൂംസ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു, സ്ഥലമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഓപ്പൺ റീഡിംഗ് റൂം വേണമെന്ന് ആവശ്യപ്പെട്ടത്. രാത്രിയിലും ലൈബ്രറി തുറക്കണമെന്നാവശ്യപ്പെട്ട് ഒരാഴ്ച മുമ്പ് വിദ്യാർത്ഥികൾ സൂചനാ സമരം നടത്തിയിരുന്നു. ലൈബ്രറിയിൽ ഇരുന്നായിരുന്നു സൂചനാ സമരം. മെഡിക്കൽ കോളേജ് അധികൃതർ നിഷേധാത്മക നിലപാട് സ്വീകരിച്ചതോടെയാണ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ന്യൂസ് 18 കോഴിക്കോട്.